പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചീത്തയെന്ന് അറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ളൂ. ഇപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്, അതിനൊന്നും പേടിക്കണ്ട. നമുക്ക് ഈ സിനിമയെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നവരായാലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരായാലും ഒക്കെ പറയുന്നത് നമുക്ക് സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം, ഇപ്പോൾ ടർബോയിലോട്ട് വരുമ്പോൾ ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി വ്യക്തിപരമായി അത് ഉണ്ടോ? ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് മറന്നു പോരുന്നത്. എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ കുട്ടുറുമൈസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ എന്നുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയമെടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല എന്തേ സിനിമയിൽ മരിക്കാറുണ്ട്. സിനിമ കൊടുത്താൽ അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് നേരത്തെ ഈ വിശ്വാസം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. മുമ്പിൽ വരുന്ന കഥകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നു. അപ്പോൾ ഈ കഥയുടെ തിരഞ്ഞെടുപ്പ്, സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നല്ലൊരു കഥ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രത്തിൽ ചെയ്യുക എന്നുള്ളതിനൊപ്പം ഒരു പരസ്പരമുള്ളൊരു ബന്ധവും സൗഹൃദവും ഒക്കെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടോ? അങ്ങനെ അതിനൊന്നും കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. പിന്നെ പരിചയമുള്ള ആളാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാമല്ലോ. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ബന്ധപ്പെട്ട ഒരാളൊരു കഥയും കൊണ്ടുവന്നാൽ എല്ലാം നമുക്ക് മോശമാണ് എടുക്കാൻ പറ്റും. അത് നമുക്ക് ആർക്കും പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്യാൻ പറ്റും. ബന്ധമുള്ള ആളോ പരിചയക്കാരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതൽ.